എൻ്റെ പൊന്നെ ഇന്നൊരു മുട്ടൻ പണി കിട്ടിയ കഥയാണ് പറയാനുള്ളത്. ഇതിലെ കഥാനായിക എന്ന് പറയുന്നത് ഒന്നാമത്തെ ആൾ ദേ ഈ ഇരിക്കുന്ന സാധനമാണ്. ഇതാണ് നമ്മുടെ റൂബി. റൂബിയുടെ വയറിൻ്റെ എക്സ്റേ ഒന്ന് നിങ്ങൾ കണ്ടോ? ഇതിനകത്ത് കണ്ടോ ഒരു സ്ക്രൂ കിടക്കുന്നത്? അത് അവളുടെ വയറ്റിൽ തന്നെ ഭദ്രമായിട്ടുണ്ടായിരുന്നു. ഇതിലെല്ലാം മെയിനായിട്ടുള്ള ഒരു കഥാപാത്രം എന്ന് പറഞ്ഞാൽ ദേ ഈ നിൽക്കുന്ന സാധനമാണ്. ഇവനാണെന്നുണ്ടെങ്കിൽ സ്ക്രൂ എടുത്ത് താഴെ ഇട്ടു, ഉടനെ അവളെടുത്തങ്ങ് വിഴുങ്ങുകയും ചെയ്തു. പിന്നെ ഹോസ്പിറ്റലായി, ഓട്ടമായി, എക്സ്റേ എടുക്കലായി, അവസാനം അത് സർജറി ചെയ്തു. സർജറിയൊക്കെ കഴിഞ്ഞ് വിശ്രമ സമയത്ത് ഇടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സിനൊന്നും ഒരു ക്ഷാമം ഉണ്ടായിരുന്നില്ല. ടുങ്കുടുവിൻ്റെ നല്ല അടിപൊളി ഡ്രസ്സുകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഓരോന്നും മാറി മാറി ഇട്ടു. അവൾക്ക് ഇച്ചിരി അസ്വസ്ഥതയൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ഇട്ട് ശീലമില്ലാത്തതുകൊണ്ട്. അങ്ങനെ ഒരാഴ്ച ക്വാറന്റൈൻ മാസമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒന്ന് ഹോസ്പിറ്റലിൽ പോയി വലിയ കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ആഴ്ചയാണിത്. അപ്പോൾ 2 ആഴ്ച കഴിഞ്ഞു. ഇന്ന് ഞങ്ങൾ പോയിട്ട് സ്റ്റിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന യാത്രയാണ്. നമ്മൾ പോകുന്നത് മണ്ണുത്തി വെറ്റിനറി ഹോസ്പിറ്റലിലോട്ടാണ്. പോകുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കു കുഞ്ഞിനാണ് മെയിനായിട്ട് പോകുന്ന ആൾക്കാർ. ഞങ്ങൾ രാവിലെ പണിയൊക്കെ തീർത്ത് ഞാൻ ടുങ്കുടും വേറെ പണിയൊന്നും ഇല്ലാതെ ഞങ്ങൾ ചാടിക്കറി. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുള്ള മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുങ്ങൾ രണ്ടുപേരും മേക്കിലാണ്. കുഞ്ഞൻ പോയിട്ട് ഒപ്പി എടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഇവിടെ 2 പേരാണെന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്നോ ഒന്നും പറയേണ്ട. സ്നേഹപ്രകടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അവസാനം സർജനെയാണ് നമുക്ക് കാണേണ്ടത്. കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്ത് നിന്നിട്ട് കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മുടെ ടോക്കൺ നമ്പർ വന്നപ്പോഴത്തേക്ക് നേരെ പോയി സർജനെ കണ്ടു. അവളെ സ്റ്റിച്ചുകളും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തു. ആൾ കുഴപ്പമൊന്നുമില്ല, ഹെൽത്തി ഒക്കെ ആയിട്ട് ഇരിക്കുന്നു. അപ്പോൾ ഒന്നും അറിയാത്ത ആൾക്കാരെ പോലെ ഇരിക്കുന്ന 2 പേരുണ്ട് ഇവിടെ. ഇവർ തന്ന പണിയുടെ കഥയായിരുന്നു ഇന്നത്തെ കഥ. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം.